മീഡിയയിലേക്ക് സ്വാഗതം. സിനിമയുടെ നിലവാരം നിലനിർത്തി മലയാളികൾ തിയേറ്ററിലെത്തുന്ന ഒരു കാലമുണ്ടായിരുന്നു. പലർക്കും സിനിമ എന്നാൽ കോമഡിയും ഡ്രാമയും സെന്റിമെന്റ്സും എന്ന് തോന്നിപ്പിച്ചിരുന്ന ഒരു കാലം. എന്നാൽ ഇതിനൊക്കെ പുറമെ തിരക്ക് പിടിച്ച കാലഘട്ടത്തിൽ ഒരു പിടി സിനിമകളുമായി എത്തിയ സംവിധായകനാണ് അമൽ നീരദ്. 2007 മമ്മൂട്ടിയെയും ഷെരീവീർ വക്കീലിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ബിഗ് ബി എന്ന ചിത്രത്തിലൂടെ സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചു. ചിത്രം ബോക്സ് ഓഫീസിൽ ശരാശരി വരുമാനം നേടിയെങ്കിലും ചിത്രത്തിനുണ്ടായിരുന്ന സ്റ്റൈലിഷ് ആഖ്യാനവും സാങ്കേതിക വൈദഗ്ധ്യവും ചിത്രത്തിന് ഐക്കോണിക് നിലവാരവും ആരാധനക്രമവും നൽകി. 1987 പുറത്തിറങ്ങിയ 20-ാം നൂറ്റാണ്ട് എന്ന സിനിമയുടെ തുടർച്ചയായി മോഹൻലാൽ നായകനായ സാഗർ ഏലിയാസ് ജാക്കിയായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത ചിത്രം. 2010 പൃഥ്വിരാജിനെയും പ്രകാശ് രാജിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി അൻവർ സംവിധാനം ചെയ്തു. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ചിത്രങ്ങളായിരുന്നു. അത്തരത്തിൽ പുറത്തു വന്ന ചില ചിത്രങ്ങളായിരുന്നു ബിഗ് ബി, ബാച്ചിലർ പാർട്ടി, വരത്തൻ, ഭീഷ്മപർവം എന്നിവ. ഒരു മാസ് അവതാരത്തിലേക്ക് മമ്മൂട്ടിയെ പ്രതിഷ്ഠിച്ച ആദ്യ സിനിമയായിരുന്നു ബിഗ് ബി. ചിത്രത്തിലെ സ്റ്റണ്ട് സീക്വൻസുകളിൽ ഫൈറ്റ് മാസ്റ്റർമാർ നടത്തിയ പരിശ്രമങ്ങൾ അങ്ങേയറ്റം പ്രശംസനീയമായിരുന്നു. സൂപ്പർ പവർഫുൾ നായകനായി ഒരാളെ മാത്രം കാണാതെ നായകന്മാർക്ക് എല്ലാം കയ്യടി വാങ്ങിക്കൊടുത്ത ചിത്രമായിരുന്നു ബാച്ചിലർ പാർട്ടി. വർഷങ്ങൾക്കിപ്പുറം വരത്തൻ ചെയ്യുമ്പോഴും പല യുവാക്കളും യുവതികളും ആക്ഷൻ പാക്ക് ചിത്രത്തിലെ 20 മിനിറ്റുകൾക്കായി മാത്രം തിയേറ്ററിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ഒടുവിൽ പുറത്തു വന്ന മെഗാ ഹിറ്റ് ചിത്രമായ ഭീഷ്മപർവത്തിലും സ്റ്റോറീസ് അസോസിയേറ്റ് ചെയ്യുന്നതും പവർഫുൾ ഡ്രാമാറ്റിക് ഫൈറ്റ് സീക്വൻസുകൾ തന്നെയായിരുന്നു. ചുരുക്കത്തിൽ ഫൈറ്റ് ക്ലബ്സ് കൊണ്ട് സിനിമ കാണാനെത്തുന്ന സിനിമാ പ്രേമികളെ, അതായത് പ്രേക്ഷകരെ ഞെട്ടിച്ച ഹാർട്ട് ത്രോപ്പ് ഡയറക്ടർ, അതാണ് അമൽ നീരദ്.